മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിൽ വ്യവസായ വികസന കോർപ്പറേഷന്റെ ഓഫീസിൽ SFIO അന്വേഷണം. SFIO ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് ഓഫീസിൽ പരിശോധന നടത്തിയത്. കരിമണൽ കമ്പനിയായ CMRLൽ KSIDCക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്. 13.4% ഓഹരികളാണ് KSIDCക്കുള്ളത്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് KSIDC. ഇതിനിടെ പരിശോധനയ്ക്ക് എതിരായി KSIDC ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. CMRLലും KSIDCയുമായുള്ള ഇടപാടുകളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ജനുവരി അവസാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകൾ അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന SFIOയെ ചുമതലപ്പെടുത്തിയത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRLൽ ഓഹരി പങ്കാളിത്തമുള്ള KSIDC എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. ഒരു സേവനവും ലഭ്യമാക്കാതെ എക്സാലോജിക്കിന് CMRL വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. 6 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് SFIO അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടും വ്യക്തമായിരുന്നു. അന്വേഷണം SIOയ്ക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയെയും സമീപിച്ചു. ഹർജി ഈ മാസം 12-ന് പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. CMRL കമ്പനിയിൽ നിന്നും വിവരം ശേഖരിച്ചു. കമ്പനികളുടെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ രൂപീകരിച്ചതാണ് SFIO. റെയ്ഡിനും അറസ്റ്റിനും SFIOയ്ക്ക് അധികാരമുണ്ട്. അന്വേഷണത്തിന് വിവിധ ഏജൻസികളുടെ സഹായം തേടാം. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനെയും KSIDC ചുമതലപ്പെടുത്തിയിരുന്നു. 25 ലക്ഷം രൂപയാണ് അഭിഭാഷകന് ഫീസായി നൽകിയത്.